അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, അവനെന്തെങ്കിലും പറഞ്ഞാൽ യേശു പറയുന്നു വെള്ളം നിറയ്ക്കണം. ആ വെള്ളം നിറച്ച നിസ്സാര സംഭവം വെള്ളം വീഞ്ഞാകുന്ന അത്ഭുതം അവിടെ നടന്നില്ലേ? നിസ്സാരമെന്ന് തോന്നുന്ന കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, അതിൻ്റെ പുറകിലാണ് നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയാത്ത മഹാത്ഭുതങ്ങൾ, മഹാനുഗ്രഹങ്ങൾ ഇരിക്കുന്നത്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്താൽ, ദൈവ വിളിയാൽ വിളിക്കപ്പെട്ടിട്ടുള്ള, വിളിച്ച് ചേർക്കപ്പെട്ടിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗവും വംശവുമാകുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ തിരഞ്ഞെടുക്കപ്പെട്ട അവൻ്റെ വിളിച്ച വിളിക്കനുസൃതമായിട്ട് വിളിക്കനുസരിച്ച് വിളി കേട്ടനുസരിച്ച് മുന്നോട്ട് വരുവാൻ സാധിച്ചിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ കർത്താവിൽ സന്തോഷിക്കുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ചില നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകി കർത്താവിനെ സ്തുതിക്കുന്ന, വാഴ്ത്തുന്ന മനോഹരമായിട്ടുള്ളൊരു ദിവസമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു എലീറ്റ് സ്പോൺസറാണുള്ളത്, ഒരു വെൽവിഷറാണ്. താങ്ക് യു. ഇന്ന് അവരുടെ വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ദൈവത്തിൻ്റെ നന്മയ്ക്കും വിശ്വസ്തയ്ക്കും കരുണയ്ക്കുമായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ശുശ്രൂഷയിലും ബിസിനസ്സിലും തലമുറകളിലും സൂപ്പർ നാച്ചുറലായിട്ടുള്ളൊരു എക്സ്പാൻഷനും എൻലാർജ്മെൻറ്റും ഉണ്ടാകുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ദൈവിക വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുവാൻ, അനുഗ്രഹത്തിൻ്റെ ഒരു ചാനലാകുവാൻ കർത്താവ് കൃപ ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ ബാംഗ്ലൂർ വെച്ചിട്ട് നമ്മുടെ ദ ഗ്യാദറിംഗ് മീറ്റിംഗ് നടക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാം. അതോടൊപ്പം തന്നെ നാളെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നമ്മുടെ ദ ഗ്യാദറിംഗ് മീറ്റിംഗ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് അതും കാണാം. മറ്റന്നാൾ പാസ്റ്റർനെയുമായ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ചർച്ചിൽ ശുശ്രൂഷിക്കുകയാണ്. കടന്നേലുക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് മെയ് 22 വെള്ളിയാഴ്ച. ഇത് ലൈവായി കാണുന്നവർ കാണും, റീപ്ലേ കാണുന്നവർ കാണും, ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങൾക്കോ ശേഷം കാണുന്നവർ കാണും. എപ്പോൾ കാണുകയാണെങ്കിൽ ഇന്നത്തെ ഫോക്കസ് വേർഡ് ഒബീഡിയൻസ് ആൻഡ് ബ്രേക്ക് ത്രൂ, അനുസരണവും വിടുതലും. ടൈപ്പ് ചെയ്യുക. ഇത് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യണം. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ അറ്റൻഡൻസ് ആണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കും. പ്ലീസ് ഡു. എല്ലാവരും ഒന്ന് പറയാമോ? അനുസരണവും വിടുതലും. അത് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആ പേജിൽ, നിങ്ങളുടെ ഡിവോഷൻ ഡയറിയിൽ ആ പേജിൽ എഴുതി വയ്ക്കുക. വാവ്. ഫോക്കസ് വേഴ്സ് നോക്കാമോ? ഐസയ 1 വേഴ്സ് നമ്പർ 19. If you're willing and obedient, you will eat the good things of the land. എൻ്റെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. നമ്മളോരോരുത്തരും മനസ്സുവെച്ച് വില്ലിങ് കേട്ട് അനുസരിക്കുമെങ്കിൽ, ഒബീഡിയൻസ്, ദേശത്തിലെ നന്മ അനുഭവിക്കും. ബ്ലെസ്ഡ് ആവും. എല്ലാ മേഖലകളിലും ഒത്തിരി നിയമങ്ങളുണ്ട്. നിയമം ലംഘിച്ചാൽ തീർച്ചയായിട്ടും അടികിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും. ആര് നിയമം ലംഘിച്ചാലും അങ്ങനെ തന്നെ. ഡെക്ലറേഷൻ നോക്കുക. മൈ ഒബീഡിയൻസ് ബ്രിങ്സ് ബ്രേക്ക് ത്രൂ ടുഡേ. എൻ്റെ അനുസരണം ഇന്ന് വലിയ വിടുതലുകൾ കൊണ്ടുവരുന്നു. ഐ വാക്ക് ഇൻ ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്സ് പ്രോമിസസ്. ദൈവിക വാഗ്ദത്തങ്ങളുടെ വിശ്വസ്തതയിൽ ഞാനിന്ന് നടക്കുന്നു. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് ഇത് കേട്ടിട്ടൊരാവേശം തോന്നുന്നുണ്ട്? എൻ്റെ കണ്ണിലേക്ക് നോക്കി. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെങ്കിലും എൻ്റെ കണ്ണിലേക്ക് ശരിക്കും നോക്ക്. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെങ്കിലും ആ അവസ്ഥകളെ മാറ്റാൻ ശക്തിയുള്ളൊരു മഹാദൈവത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നിങ്ങളിരിക്കുന്നത്. ഉറച്ച് വിശ്വസിച്ചേ പറ്റൂ. എൻ്റെ അവസ്ഥ കർത്താവ് മാറ്റും. വിശ്വസിക്കും മക്കളെ, എൻ്റെ അവസ്ഥ കർത്താവ് മാറ്റും.
ബൈബിൾ റീഡിംഗ് പ്ലാൻ അതേ പേജിൽ കാണാം, വായിച്ച് ടിക്ക് ചെയ്യുക. ഒബീഡിയൻസ് ആൻഡ് ബ്രേക്ക് ത്രൂ എന്നതിനെക്കുറിച്ച് ഞാൻ 4 കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. പെട്ടെന്ന് കുറിച്ചെടുക്കണം. ഇതിൻ്റെ മൊത്തം ഇത് ടൈപ്പ് ചെയ്ത് അതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഓരോരുത്തരും ഇടുക. ഒരാൾക്ക് കിട്ടിയത് ഒരാൾ നോട്ട് ചെയ്ത പോലെ ആയിരിക്കില്ല മറ്റേ ആൾ. അപ്പോൾ ഇത് കമൻറ്റ്സ് നോക്കുന്ന ആൾക്ക് ഇത് മൊത്തം കിട്ടും. നമ്പർ 1, ബ്രേക്ക് ത്രൂ ബിഗിൻസ് വിത്ത് വില്ലിംഗ് ഹാർട്ട്. മനസ്സൊരുക്കമുള്ള ഒരു ഹൃദയത്തിൽ നിന്നാണ് വിടുതൽ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സൊരുക്കത്തിൽ നിന്നാണ് വിടുതൽ ആരംഭിക്കുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. വില്ലിംഗ് ആയെങ്കിൽ മാത്രമേ, മനസ്സൊരുക്കമുണ്ടെങ്കിൽ മാത്രമേ വിടുതലുണ്ടാവൂ. യെശയ്യാവിൽ നമ്മുടെ ഇന്നത്തെ ഫോക്കസ് വേഴ്സിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഇഫ് യു ആർ വില്ലിംഗ് ആൻഡ് ഒബീഡിയൻറ്റ്. നിങ്ങൾ മനസ്സുവെച്ച് അനുസരിക്കുമെങ്കിൽ, കേട്ടനുസരിക്കുമെങ്കിൽ എന്നാണ് ഇവിടെ പറയുന്നത്. വില്ലിങ്നെസ് കംസ് ബിഫോർ മൂവ്മെൻറ്റ്. എന്തെങ്കിലും ഒരു കാര്യം ആക്ഷനിലേക്ക് വരണമെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് മനസ്സൊരുക്കം ഉണ്ടാകണം. God often works first in the heart, then in the hands. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ ദൈവം പലപ്പോഴും പ്രവർത്തിക്കുന്നത് ആദ്യം ഹൃദയത്തിലാണ്, പിന്നീടാണ് കൈ. മനുഷ്യൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ആദ്യം ചിലപ്പോൾ കൈകൊണ്ട് പലതും ചെയ്യും. പ്രത്യേകിച്ച് ദൈവവുമായുള്ള കണക്ഷനിൽ പലപ്പോഴും നമ്മൾ പലതും നമ്മൾ ചെയ്യുമെങ്കിൽ ഹാർട്ട് അതിൻ്റെ പുറകെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ജനം ആധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നത്, പക്ഷേ ഇവിടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നത്, എവിടെയോ പോയിരിക്കും. സോ ഗോഡ് വർക്ക്സ് ഫസ്റ്റ് ഇൻ ദ ഹാർട്ട്, ദെൻ ഇൻ ദ ഹാൻഡ്സ്. ആദ്യം ദൈവം പ്രവർത്തിക്കുന്ന ഹൃദയത്തിലും. ദൈവത്തിൻ്റെ മെത്തേഡ് അതാണ്, ഇൻസൈഡ് ഔട്ടാണ്. ആദ്യം ഹൃദയത്തിലും പിന്നെ കയ്യിലുമാണ്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ. ആദ്യം ഹൃദയത്തിൽ, പിന്നെ കരങ്ങളിൽ. സങ്കീർത്തനം 40:8 വായിച്ച് നോക്കണം. അവിടെ പറയുന്നത്, ഐ ഡിസൈർ ടു ഡു യുവർ വിൽ മൈ ഗോഡ്. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഞാൻ നിൻ്റെ ഹിതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ദൈവമേ. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കും. ഞാൻ ഈ മോർണിംഗ് ഗ്ലോറി പോഡ്കാസ്റ്റ് കാണുന്ന എത്ര പേർക്ക് ദൈവ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹം? നിന്നിഷ്ടം ദേവ ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ എന്ന് പറയുന്ന പോലെ, അങ്ങനെ ഹാവ് ദൈൻ ഓൺ വേ ലോർഡ് എന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? അടുത്തത് ഫിലിപ്പ് ലേഖനം 2:13 ഗോഡ് വർക്ക്സ് ഇൻ യു ടു വിൽ ആൻഡ് ടു ആക്ട്. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ നിങ്ങളിൽ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു വചനം കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ ഈ ആഗ്രഹങ്ങൾ പോലും ദൈവത്തിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. പക്ഷെ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ നിറയ്ക്കുവാൻ വേണ്ടി നമ്മൾ സമർപ്പിക്കുമെങ്കിൽ മാത്രമേ ദൈവത്തിന് തൻ്റെ ആഗ്രഹങ്ങൾ നമ്മൾ കൊണ്ടുവന്നിടാൻ പറ്റൂ. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് മനുഷ്യനിൽ നിറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവിക ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നിടാൻ, ഇംപ്ലാന്റ് ചെയ്യാൻ ദൈവത്തിന് പറ്റും. പക്ഷേ ഹാർട്ട് ആദ്യം കൊടുക്കണം. ഹാർട്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ രീതിയിലേക്ക് ആക്കി കൊടുത്താൽ, അതാണ് ദൈവത്തിന് ദാവീദിനെ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം. അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. അവൻ എൻ്റെ ഇഷ്ടമൊക്കെയും ചെയ്യും. അതിനുശേഷം പറയുന്നു, ഹീ വിൽ ഡു വാട്ട് ഐ ടെൽ ഹിം, അല്ലെങ്കിൽ ഹീ വിൽ ഡു വാട്ട് എവർ ഐ വിൽ. 2 Corinthians 8:12 ഇഫ് ദ വില്ലിങ്നെസ് ഈസ് ദെയർ ദ ഗിഫ്റ്റ് ഈസ് ആക്സെപ്റ്റബിൾ. ആ മനസ്സൊരുക്കം ഉണ്ടെങ്കിലാണ് അതിന് സ്വീകാര്യതയുള്ളൂ. അങ്ങനൊരു വചനം അവിടെ കിടപ്പുണ്ട്. എ റെസിസ്റ്റൻറ്റ് ഹാർട്ട് ഡിലേസ് വാട്ട് ഒബീഡിയൻറ്റ് സ്റ്റെപ്സ് കുഡ് റിലീസ്. പലപ്പോഴും ഈ അനുസരണത്തിൻ്റെ ചുവടുകൾക്ക് സ്വതന്ത്രമാക്കാൻ കഴിയുന്നതിനെ വൈകിപ്പിക്കുന്നത് പ്രതിസന്ധിയുള്ള ഒരു ഹാർട്ടാണ്, ഒരു ഹൃദയമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് തന്നെ ബ്ലോക്കാണ്. ഈ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വാൽവിൽ വരുന്ന ബ്ലോക്കുകളാണ്, അല്ലേ? അങ്ങനെയാണ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്, അല്ലേ? എന്നാൽ അതുകൂടാതെ വേറൊരു ബ്ലോക്കുണ്ട്, സ്പിരിച്വൽ ഹാർട്ടിൻ്റെ ബ്ലോക്ക്. എന്ന് വെച്ചാൽ ദൈവത്തെ അനുസരിക്കാൻ പറ്റാതെ, ദൈവത്തെ വചനം വായിക്കണമെന്നുണ്ട്, പക്ഷേ ഇവിടെ ഒരു ബ്ലോക്ക്,
അതാണ് ഹാർട്ട് ബ്ലോക്ക്. അതുപോലെ ആരാധനയ്ക്ക് എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പോകണം, പക്ഷേ ഇവിടെ ഒരു ബ്ലോക്ക്. ദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന്, പക്ഷേ ഒരു ബ്ലോക്ക്, ഹാർട്ട് ബ്ലോക്ക്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൻ്റെ എല്ലാ ബ്ലോക്കുകളും മാറിപ്പോട്ടെ. വില്ലിങ്നെസ് വരുന്ന എപ്പോഴാണ്? ബ്ലോക്ക് അടിച്ച് കളയുമ്പോഴാണ്. ഈ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ചിലർ സ്റ്റെൻഡ് ഇടും, അല്ലേ? ആദ്യം പോയിട്ട് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ പറയും 80% ബ്ലോക്ക്, 90% ബ്ലോക്ക്, 50% ബ്ലോക്കിന് ബ്ലോക്കായിട്ടിരിക്കുക. അപ്പോൾ അവിടെ സ്റ്റെൻഡ് ഇടും, ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ബ്ലോക്ക് മാറ്റുന്നത് പോലെ തന്നെ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി പോഡ്കാസ്റ്റിൽ എല്ലാവരുടെയും ഹാർട്ടിലുള്ള സ്പിരിച്വൽ ബ്ലോക്കുകൾ അടിച്ചു കളയണം. അവിടെയൊക്കെ സ്റ്റെൻഡ് ഇടണം, ഫ്രീ ഫ്ലോ ഉണ്ടാകണം. അപ്പോഴാണ് വില്ലിങ്നെസ് ഉണ്ടാകുന്നത്. റെസിസ്റ്റൻറ്റ് ഹാർട്ട് ഡിലേയ്സ് വാട്ട് ഒബീഡിയൻസ് സ്റ്റെപ്സ് കുഡ് റിലീസ്. അത് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോർ എന്ന് വെച്ചാൽ ഫ്രണ്ടിലെ ഡോറ് അകത്ത് നിന്ന് അടച്ച് ചിലപ്പോൾ ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ മുകളിൽ ടവർ ബോൾട്ടൊക്കെ ഇട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോഴാണ് ഡിങ് ടോങ് കോളിംഗ് ബെൽ അടിക്കുന്നു, അല്ലെങ്കിൽ മുട്ടുന്നു. അപ്പോൾ പുറത്ത് ആൾ നിൽക്കുക. ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്തു? ചിലപ്പോൾ ലോക്ക് അഴിച്ചു, ടവർ ബോൾട്ട് ഊരി. ആൾക്ക് കയറാൻ പറ്റുമോ? നോ. ഇനി എന്ത് ചെയ്യണം? ആ ഹാൻഡിൽ കൂടെ തിരിച്ച് തുറക്കുമ്പോൾ മാത്രമേ അകത്തോട്ട് വരാൻ കഴിയൂ. അതല്ലാതെ അൺലോക്ക് ചെയ്തത് കൊണ്ട് മാത്രം പ്രവേശനം കിട്ടണമെന്നില്ലെന്ന്. എന്ത് ചെയ്യണം? അകത്ത് നിന്ന് വില്ലിങ്നെസ് ടേൺസ് ദ ഹാൻഡിൽ. മനസ്സൊരുക്കമാണ് ഹാൻഡിൽ തിരിച്ച് തുറക്കുന്നത്. അതിൻ്റെ പേരാണ് മനസ്സൊരുക്കം. ആ ഹാൻഡിൽ തിരിച്ച് ഓപ്പൺ ചെയ്യുന്നതാണ് മനസ്സൊരുക്കം. ഇതുപോലെ ഗോഡ് വാല്യൂസ് സറണ്ടേർഡ് ഡിസയർ ഓർ അവർ ഓൺ വിൽ. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തമായ നമ്മുടെ കാര്യങ്ങളൊക്കെ കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ, വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ, അതിനെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. സറണ്ടേർഡ് വില്ലിങ്നെസ് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഇത് വചനം പറയണം, ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്ത് എന്നെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഈ ദൈവവചനം പറയാനുള്ള വില്ലിങ്നെസ് ഉള്ളതുകൊണ്ട് മാത്രമേ ദൈവത്തിനത് പ്രവർത്തിക്കാൻ പറ്റൂ. നിങ്ങളിതുപോലെ തന്നെ മറ്റു പരിപാടികൾ മാറ്റിവെച്ച് നിങ്ങളെ തന്നെ കൊണ്ടുവന്ന് ഇരുത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നത് കൊണ്ടാണ്. അതാണ് വില്ലിങ്നെസ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വചനം കേൾക്കാൻ പറ്റുന്നത്. ഈ രണ്ട് വില്ലിങ്നെസ്സും വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കാൻ തുടങ്ങി. വചനം പറയുന്നു, വചനം കേൾക്കുന്നു, വചനം ഏറ്റെടുക്കുന്നു. നമ്പർ 2, ഒബീഡിയൻസ് ടേൺസ് പ്രോമിസ് ഇൻ ടു എക്സ്പീരിയൻസ്. അനുസരണം വാഗ്ദത്തത്തെ അനുഭവമാക്കി മാറ്റുന്നു. അനുസരണം വാഗ്ദത്തത്തെ അനുഭവമാക്കി മാറ്റും. ഒത്തിരി പേരുടെ കയ്യിൽ ടൺ കണക്കിന് വാഗ്ദത്തങ്ങൾ ഇരിപ്പുണ്ട്, എല്ലാം ചാക്കി കെട്ടി വെച്ചേക്കുക, അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ വാഗ്ദത്തങ്ങൾ ഓരോന്നായി ജീവിതത്തിൽ നിറവേറാൻ തുടങ്ങും. എത്ര പേർ ഹല്ലേലൂയ പറയും? ആമേൻ. ഞാൻ ചുമ്മാ പറയുമല്ല, പലരുടെയും വാഗ്ദത്തങ്ങൾ ചാക്കിൽ നിന്നെടുത്ത്, അല്ലെങ്കിൽ പെട്ടിക്കകത്ത് നിന്നെടുത്ത് അത് അനുഭവമായി ജീവിതത്തിൽ അനുഭവിക്കുന്ന രീതിയിലേക്ക് ദിവസങ്ങൾ വരാൻ പോവുക. മെനി പ്രോമിസസ് ആർ ഹേർഡ് ബട്ട് നെവർ വാക്ക്ഡ് ഇൻ ടു. ഒത്തിരി പേര് വാഗ്ദത്തങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിലോട്ട് നടന്ന് കയറുന്നില്ല. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള വാഗ്ദത്തങ്ങൾ ഓരോന്നും അനുഭവമായി കൺവെർട്ട് ചെയ്യാൻ തുടങ്ങട്ടെ. ആമേൻ പറയാമോ? അത് വിശ്വസിക്കുന്നവർക്ക് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ആമേൻ പറയാമോ? വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ടൈപ്പ് ചെയ്യുക. വാഗ്ദത്തങ്ങൾക്ക് ആമേൻ. ഇസ്രായേലിന് വാഗ്ദത്തം കിട്ടി, നൂറ്റാണ്ടുകളായിട്ട് ആ വാഗ്ദത്തം പിടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർ പടവെട്ടി കയറി ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് ജോഷുവയുടെ നേതൃത്വത്തിൽ കയറുന്നൊരു രംഗമുണ്ട്. വാവ്! എത്രയോ വർഷങ്ങളായി ഉണ്ടായിരുന്ന വാഗ്ദത്തങ്ങൾ ഇപ്പോൾ അവരുടെ അനുഭവമായി മാറി. ഡ്യൂട്രോണമി 28:1, ആവർത്തന ദിവസം 28:1, ഇഫ് യു ഫുള്ളി ഒബേ ബ്ലെസ്സിങ്സ് വിൽ കം അപ്പോൺ യു. നീ പൂർണ്ണമായി അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നിൻ്റെതായി മാറും. യോഹന്നാൻ 2:5, ഡു വാട്ട് എവർ ഹി ടെൽസ് യു. അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ടോളം പറഞ്ഞു. യേശുവിൻ്റെ അമ്മ മറിയ അവിടെയുള്ള ആളുകളോട്, കാനാവിലെ വീട്ടിലെ കല്യാണ വീടാണ് ഈ രംഗം. അവിടെ യേശുവിൻ്റെ അമ്മ പറയുക, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ അനുസരിച്ചേക്കാൻ പറഞ്ഞു.
അവൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? കൽഭരണികളിൽ വെള്ളം നിറപ്പിൻ. അവരനുസരിച്ചു, അത്ഭുതം കണ്ടു, അത് അനുഭവമായി. ആ അനുഭവം അവരെ ടേസ്റ്റ് ചെയ്തു, കുടിച്ചു, നുകർന്നു, ടേസ്റ്റ് ചെയ്തു, എൻജോയ് ചെയ്തു, എക്സ്പീരിയൻസ് ചെയ്തു. വാവ്! റെവലേഷൻ അലോൺ ഈസ് നോട്ട് ഇനഫ്. വെളിപാട് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. റെസ്പോൺസ് മാറ്റേഴ്സ്. റെവലേഷനോട് റെസ്പോണ്ട് ചെയ്യണം. നമുക്ക് വെളിപാട് കിട്ടി, ഇന്നതാണ് സംഭവം, അതൊക്കെ നല്ലതാണ്, പക്ഷേ റെസ്പോണ്ട് ചെയ്യട്ടെ. ഒരാളൊരു ഡോക്ടറെ അടുത്ത് ചെന്നു. ആ ഡോക്ടർ എടുത്ത് പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുത്തു. മരുന്നിൻ്റെ കുറിപ്പടിയല്ല എഴുതി കൊടുത്തു. പക്ഷേ ഈ പ്രിസ്ക്രിപ്ഷൻ അഥവാ മരുന്നിൻ്റെ കുറിപ്പടി ആർക്കാണ് സഹായകരമാകുന്നത്? അത് കൊണ്ടുപോയി ആ മരുന്ന് വാങ്ങിച്ച് അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച്, പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് കഴിക്കുന്നവർക്കാണ് അത് സഹായം കിട്ടുള്ളൂ. അല്ലാതെ പ്രിസ്ക്രിപ്ഷൻ അങ്ങനെ തന്നെ ഫോട്ടോ എടുത്ത് അത് ഗാലറിയിലിട്ടു, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ലാമിനേറ്റ് ചെയ്ത് നല്ല പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കൊണ്ട് നടന്നാൽ സഹായകരമാകുമോ? ഇതുപോലെയാണ് ഒത്തിരി പേര് വാഗ്ദത്തങ്ങൾ ലാമിനേറ്റ് ചെയ്ത് വാഗ്ദത്തങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഗാലറിയിലൊക്കെ ആക്കി വച്ചിരിക്കുകയാണ്. പോരാ, അതിലോട്ട് നടക്കണം. ആ ഇൻസ്ട്രക്ഷൻ അനുസരിക്കണം. ഇൻസ്ട്രക്ഷൻസ് ഇഗ്നോർഡ് cannot produce results. നിർദ്ദേശങ്ങൾ മറന്നു കളഞ്ഞാൽ ഫലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒബീഡിയൻസ് കൺവേർട്സ് ട്രൂത്ത് ഇൻടു ടെസ്റ്റിമോണി. അനുസരിക്കുന്നുവെങ്കിൽ സത്യത്തെ അതൊരു സാക്ഷ്യമാക്കി മാറ്റും. അനുസരിക്കുന്നവർക്ക് ഉള്ള അറിവ്, സത്യം, റെവലേഷൻ, ഇതെല്ലാം അനുഭവ സാക്ഷ്യങ്ങളായി മാറും. നമ്പർ 3, ബ്രേക്ക് ത്രൂ ഓഫ്റ്റൻ ഹൈഡ്സ് ബിഹൈൻഡ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ്. പലപ്പോഴും വളരെ ലളിതമായ, വളരെ സിമ്പിളായ നിർദ്ദേശങ്ങളുടെ പുറകിലാണ് വിടുതൽ ഒളിഞ്ഞിരിക്കുന്നത്. കൊച്ചു കാര്യങ്ങളായിരിക്കാം, അതിൻ്റെ പുറകിലാണ് എന്ന് വെച്ചാൽ ബ്രഹ്മാണ്ഡമായ ഒന്നുമില്ലെന്നേ, നിസ്സാരമെന്ന് തോന്നുന്ന ചില ഇൻസ്ട്രക്ഷൻസ്, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളുടെ പുറകിലാണ് വിടുതൽ ഒളിഞ്ഞിരിക്കുന്നത്. ഗോഡ്സ് ഡയറക്ഷൻസ് ആർ സംടൈംസ് പ്രാക്ടിക്കൽ ബട്ട് ഡ്രമാറ്റിക്. ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ചിലപ്പോൾ പ്രായോഗികമാണ്, നാടകീയമല്ല. അത് പറയാൻ കാരണം, ഇപ്പം നയമാൻ എന്നു പേരുള്ളൊരു ആളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നയമാൻ എന്ന് പറഞ്ഞാൽ വീരശൂര പരാക്രമിയാണ്. അദ്ദേഹം പോയി യുദ്ധം നടത്തിയിട്ട് കിട്ടിയ ജയങ്ങളനുസരിച്ച് ഇവിടെയൊക്കെ ഒത്തിരി സ്റ്റാറുകളെ മക്കളെ ഇരിക്കുന്നത്, മെഡലുകളും സ്റ്റാറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഭയങ്കരനായ ഒരു പട്ടാള ജനറൽ. പക്ഷെ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ശരീരത്തിൽ മുഴുവൻ കുഷ്ഠരോഗം ഉണ്ടായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ, ദൈവം കർത്താവ് പറഞ്ഞ, ആ പ്രവാചകൻ പറഞ്ഞ നിസ്സാര കാര്യം, ആദ്യം വില്ലിങ് അല്ലായിരുന്നു, ഹി വാസ് നോട്ട് വില്ലിങ് അറ്റ് ഓൾ. എന്നാൽ ആ കൂടെ ഉണ്ടായിരുന്നൊരു ചെറുക്കൻ പറഞ്ഞു, യജമാനെ വലിയ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, ജസ്റ്റ് ഒന്ന് മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ 7 പ്രാവശ്യം. യോർദാനിൽ പോയെന്ന് മുങ്ങ. എഴുന്നേറ്റപ്പോൾ കാണുന്നത് എന്തായിരുന്നു? ഒരു ബാലൻ്റെ ശരീരം പോലെ, സ്കിന്നൊക്കെ അങ്ങ് മാറി. എത്ര ഹാൻസമായിട്ട് ആ മനുഷ്യൻ മാറി. രോഗം സൗഖ്യമായി. ചെറിയ നിർദ്ദേശങ്ങളുടെ പുറകിൽ വലിയ അനുഗ്രഹങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതുപോലെ തന്നെയാണ് സ്നാനം, ജലസ്നാനം. എത്ര പേരാണ് മസിൽ പിടിക്കുന്നത് അതിനു വേണ്ടി മാത്രം, അതായത് വിശ്വസിച്ചിട്ട് സ്നാനപ്പെടേണ്ടത് ആവശ്യമില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി എത്രയോ ഗവേഷണം നടത്തുക. ആ സമയം കൊണ്ട് അങ്ങ് പോയി സ്നാനപ്പെട്ടാൽ മതി. എത്ര വലിയ അനുഗ്രഹം. യേശു സ്നാനപ്പെട്ട് കയറിയ സമയത്ത് എന്താ അവിടെ നടന്നത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അഭിമാനത്തോടെ പിതാവ് ഈടിവിട്ട് പോലെ സംസാരിക്കുകയാണ്. എത്രയോ അനുഗ്രഹങ്ങൾ തൻ്റെ മേൽ വന്നു, പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നു. ഇതെല്ലാം ബ്ലോക്കാക്കിക്കൊണ്ടാണ് പലരും അവരുടെ പാരമ്പര്യം, എൻ്റെ വിശ്വാസം ഇതാണ് തെളിയിക്കാൻ വേണ്ടി എന്തെല്ലാം ഡിബേറ്റുകളാണ് നടക്കുന്നത്. ആർക്കാ നഷ്ടം? അവരവർക്ക് തന്നെയല്ലേ നഷ്ടം. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യേശുവിൻ്റെ അമ്മ മറിയ അവരോട് പറഞ്ഞല്ലോ, അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, അവനെന്തെങ്കിലും പറഞ്ഞാൽ യേശു പറയുന്നു വെള്ളം നിറയ്ക്കാൻ. ആ വെള്ളം നിറച്ച നിസ്സാര സംഭവം, നിസ്സാരമായ അനുസരണം. വെള്ളം നിറയ്ക്കാൻ എത്ര പാടാണ്. അവിടെ ഏതായാലും അവിടെ എല്ലാവർക്കും കഴുകാൻ വേണ്ടി വെള്ളം വെക്കണം, അങ്ങനെയുള്ള കൽഭരണികളാണ്. അതങ്ങ് നിറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഗ്രഹം ഇന്നും ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു മഹാത്ഭുതം. വെള്ളം വീഞ്ഞാകുന്ന അത്ഭുതം അവിടെ നടന്നില്ലേ?
അതുപോലെ തന്നെ നിസ്സാരമെന്ന് തോന്നുന്ന വേറൊരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നുള്ളൂ. യെരിഹോ മതിലിന് ചുറ്റും ഈ ആളുകൾ ഇങ്ങനെ ചുമ്മാ മിണ്ടാതെ ഇങ്ങനെ നടക്കുന്നത്. ആ നടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായത് ചരിത്രത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്തതുപോലെ അത്രയും വലിയ കോട്ട താഴെ പോയി. വാവ്! ഞാൻ വീണ്ടും പറയുന്നു, നിസ്സാരമെന്ന് തോന്നുന്ന കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, അതിൻ്റെ പുറകിലാണ് നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയാത്ത മഹാത്ഭുതങ്ങളും മഹാനുഗ്രഹങ്ങളും ഇരിക്കുന്നത്. അതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ കമൻറ്റ് സെക്ഷനിൽ. വചനഭാഗങ്ങൾ കുറിച്ച് വെക്കുക. 2 രാജാക്കന്മാർ 5:14, യോശുവ 6:20, ലൂക്കോസ് 5:5-6 വരെ. വേറൊരു ഉദാഹരണമാണത്. പത്രോസിനോട് പറയുകയാണ്, നീ ഒന്ന് ആ വല ഒന്ന് ആഴത്തിലേക്ക് ഇന്ന സ്ഥലത്തേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. നിസ്സാരത, രാത്രി മൊത്തം ചെയ്തിട്ട് ഒന്നും കിട്ടാഞ്ഞ സ്ഥലത്ത് കർത്താവിൻ്റെ കൊച്ചു കൽപ്പനയിൽ വലിയ അത്ഭുതം നടന്നു. വാ! ഡു നോട്ട് ഡെസ്പൈസ് സിമ്പിൾ ഒബീഡിയൻസ്. നിസ്സാരമെന്ന് തോന്നുന്ന ലളിതമായ അനുഗ്രഹങ്ങളെ ഒരിക്കലും മാറ്റിയിടരുത്. ചെറിയ കാര്യമാണെങ്കിൽ പോലും പറഞ്ഞേക്കണം. ഇനി ഈ കൂട്ടത്തിലൊരു രഹസ്യം പറയും. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം രഹസ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വചനം ധ്യാനിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ വളരെ മന്ദമായ ചെറിയ രീതിയിൽ ചില തോന്നലുകൾ, പക്ഷെ ആ തോന്നലുകൾ ഇത്തിരി സ്ട്രോങ് ആണ്. ഇന്നയാളൊന്ന് ഫോൺ വിളിക്കണം, അകത്തിങ്ങനെ ഒരു തോന്നലിങ്ങനെ ഉണ്ടാകും. പിന്നെ വിളിക്കാം മാറ്റിയിടുകയാണ്. പക്ഷെ അത് മിക്കവാറും അങ്ങനെ സ്ട്രോങ് ആയിട്ട് നമുക്കുണ്ടാകുന്ന ആ പ്രചോദനം, ഇൻസ്പിറേഷൻ, ഒരു നഡ്ജ്, അതെവിടെ നിന്നായിരിക്കും? പരിശുദ്ധാത്മാവിൽ നിന്നായിരിക്കും. ഇത് കഴിഞ്ഞ് ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആ വാർത്ത അറിയുന്നത്. അയ്യോ, വിളിക്കേണ്ടതായിരുന്നു, ആൾക്കൊരാപത്ത് പറ്റി, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആവശ്യത്തിലായിരുന്നു, ആ സമയത്ത് വിളിക്കേണ്ട. ഐ മിസ് ദ ഓപ്പർച്യൂണിറ്റി. ഇനി കുറേ നാൾ ഈ ശബ്ദം നമ്മൾ കേട്ടില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പലപ്പോഴും ആ ശബ്ദം നിലയ്ക്കും, പിന്നെ പറയാതാവും. ഒത്തിരി പ്രാവശ്യം ഒരാളോട് പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വിട്ടേക്കാൻ പറയും. ആ ക്യാരക്ടറിനെ വിട്ടേക്ക്, പറഞ്ഞിട്ട് ഗുണദോഷിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളങ്ങനെ പറയില്ല. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പലപ്പോഴും ദുഃഖിച്ച് പിന്മാറും. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാതായി പോവും. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം? സെൻസിറ്റീവായി പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ്. ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്നയാളൊന്ന് വിസിറ്റ് ചെയ്യുക, ഇന്നയാളെ ഒരു കൗൺസിലിംഗ് കൊടുക്കുക, ഇന്നയാളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെ ഉള്ളിലിങ്ങനെ പ്രേരണയായിട്ടാണ് കർത്താവ് തരുന്നത്. ഞാൻ ചില ഫാക്ടറികൾ സന്ദർശിക്കാൻ പോയ സമയത്ത് ഹ്യൂജ് മെഷീൻസ്, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തുള്ള വലിയ ചില മെഷീൻസ്, അതിൻ്റെ ഫോർമാൻ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നയാൾ ഒരു കൊച്ചു സ്വിച്ചിൽ ഇത് മൊത്തം നിർത്തി. ഇതുപോലെ ചെറിയ ചില അനുസരണങ്ങൾ, ചെറിയ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒബീഡിയൻസ് ആയിരിക്കും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അത് നെഗറ്റീവാകും, പോസിറ്റീവാകും. അനുസരിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടും, അനുസരിച്ചാൽ വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്നൊരു വലിയ ബ്രേക്ക് ത്രൂ, ഒരു വിടുതൽ ഒളിഞ്ഞിരിക്കുന്നത് നിസ്സാരമായ ഒരു ഒബീഡിയൻസിലായിരിക്കാം. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങളിന്നുവരെ സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷെ അതിങ്ങനെ വെച്ച് നീട്ടി പാരമ്പര്യം, സമുദായത്തെ ഭയം, അവരെ ഭയം, ഇവരെ ഭയമൊക്കെ ഓർത്ത് നീട്ടി അനേക വർഷങ്ങൾ, ഒരുപക്ഷെ വലിയ ഒരു ആത്മീയ ഒരു സ്പിരിച്വൽ ഡോർ ഓപ്പൺ ചെയ്യുന്നതിന്, ഉദാഹരണത്തിന് യേശു സ്നാനപ്പെട്ടപ്പോൾ ഒരു വലിയ പോർട്ടലാണ് തുറന്നത്. സ്വർഗത്തിൻ്റെ പോർട്ടൽ തുറന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗം തുറന്നു എന്നാണ്. ദൈവശബ്ദം കേൾക്കുന്നു, ആത്മാവ് അവൻ്റെ മേൽ വരുന്നു. അതോടെ ഇതുവരെ കാർപ്പൻട്രി, മരപ്പണി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന യേശുവിൻ്റെ മുമ്പിൽ ഒരു പബ്ലിക് മിനിസ്ട്രി ലോകത്തിലേക്ക്, ചരിത്രത്തിലേക്ക് തുറന്നില്ലേ? ഒരു നിസ്സാരമായ സ്നാനത്തിന് വേണ്ടി സ്നാനപ്പെടുത്തുന്ന ആൾ പോലും ബ്ലോക്ക് ചെയ്തു.
നീ എനിക്ക് സ്നാനം തരേണ്ടതല്ല, ഞാൻ നിനക്ക് സ്നാനം തരില്ല. അന്ന് യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ ആര് ഈ ഭൂമിയിൽ സ്നാനപ്പെടുത്തുമായിരുന്നു? വേറെ ആളില്ലല്ലോ. നിയോഗിക്കപ്പെട്ട വേറെ ആരെങ്കിലും ഉണ്ടോ? അന്ന് ശിഷ്യന്മാരെ പോലും തിരഞ്ഞെടുത്തിട്ടില്ല. ആരും നിയോഗിക്കപ്പെട്ടവരായിട്ടില്ല. യേശുവിൻ്റെ തന്നെ ഒരു കസിനായിട്ട് വരുന്ന, യേശുവിൻ്റെ സ്വന്തം സൃഷ്ടിയായിരിക്കുന്ന ഈ സ്നാപക യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. അതോടെ എല്ലാം ബ്ലോക്കായില്ലേ? നമ്മുടെ രക്ഷ പോലും അതിനെ ഡിപ്പെൻഡ് ചെയ്താണ്ടിരുത്ത്. ഒരു ചെറിയ സ്വിച്ച്, ഒരു ചെറിയ അനുസരണം ചോദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതുപോലെ ദൈവം പറഞ്ഞിട്ട് വചനം വായിച്ചപ്പോൾ ഒക്കെ പ്രേരണ ഉണ്ടായിട്ട് ചെയ്യാതെ മാറ്റിയിട്ടിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? മറ്റുള്ളവരുടെ സുവിശേഷം പറയാത്തതോ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് ഒരു തീരുമാനമെടുക്കുക. ഞാനത് ചെയ്യും. നമ്പർ 4, ഒബീഡിയൻസ് പൊസിഷൻസ് യു ടു എൻജോയ് the good things. Obedience positions you to enjoy the good things. ഈ ദൈവം വച്ചിരിക്കുന്ന നന്മകൾ, നല്ല കാര്യങ്ങൾ അത് അനുഭവിക്കുന്നതിനായി യോഗ്യരാക്കി തീർക്കുന്നത് അനുസരണമാണ്. ദൈവം വച്ചിരിക്കുന്ന നിസ്സാര കാര്യങ്ങളല്ലല്ലോ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 1:19 നമ്മൾ ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. അതിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, എൻജോയിങ് ദ ഗുഡ് തിങ്സ് ഓഫ് ദ ലാൻഡ്. ദേശത്തിലെ നന്മ അനുഭവിക്കും. ഭൂമിയിലുള്ള ഇത് മാത്രമല്ല കേട്ടോ അതിൻ്റെ അകത്തുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യത്തിലെ നന്മ, ആത്മീയമായിട്ടുള്ളതും എല്ലാം കൂടെ. ഗോഡ് ഈസ് നോട്ട് ഓൺലി എ ഗോഡ് ഓഫ് കമാൻഡ്സ്, ഹി ഈസ് എ ഗോഡ് ഓഫ് കവനൻറ്റ് ബ്ലെസ്സിങ്. കൽപ്പനകൾ മാത്രം ഇങ്ങനെ തന്ന് എല്ലാവരെ കൊണ്ട് അനുസരിപ്പിക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. അത് മാത്രമല്ല ദൈവം ചെയ്യുന്നത് എന്താണ്? ഹി ഈസ് എ ഗോഡ് ഓഫ് കവനൻറ്റ് ബ്ലെസ്സിങ്. അവൻ ഉടമ്പടി അനുഗ്രഹത്തിൻ്റെ ദൈവം കൂടെയാണ്. 84-ാം സങ്കീർത്തനം 11-ാമത്തെ വചനത്തിൽ, നോ ഗുഡ് തിങ് ഡസ് ഹി വിത്ത് ഹോൾഡ് ഫ്രം ദി അപ്രൈറ്റ്. നേരുള്ളവർക്ക് അവൻ ഒരു നന്മയ്ക്ക് മുടക്കം വരുത്തുകയില്ല. നിരവധി വചനങ്ങൾ എനിക്ക് തരാൻ കഴിയും, സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒബീഡിയൻസ് ഈസ് നോട്ട് പണിഷ്മെൻറ്റ്. ആദ്യമേ ബേസിക്കലി അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ അനുസരിക്കുന്നത് ഒരു ശിക്ഷയല്ല. മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത് ശിക്ഷയാണോ അല്ലെങ്കിൽ രക്ഷയാണോ അനുഗ്രഹമാണോ? നിങ്ങൾ പറ. പക്ഷെ ആ അനുസരിക്കുന്ന സമയത്ത് ആർക്കും താല്പര്യമില്ല. ഐ നീഡ് മോർ സ്പേസ്. ഡാഡി, മമ്മി, എനിക്ക് സ്പേസ് വേണം. ഐ വോണ്ട് മൈ ഓൺ സ്പേസ്. ഡോണ്ട് കമ്പൽ മീ. എന്നോട് ഇങ്ങനെ പറയല്ലേ. ഐ വോണ്ട് സ്പേസ്. കുട്ടികൾ പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഐ വോണ്ട് ഫ്രീഡം. ഈ പപ്പയും മമ്മിയും പറയുന്നത് തന്നെ എപ്പോഴും ഇങ്ങനെ അനുസരിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊരു വ്യക്തിത്വമില്ലേ? ഐ വോണ്ട് ഫ്രീഡം. പക്ഷേ അവിടെ പറ്റുന്ന വലിയ മണ്ടത്തരം ഏതാണെന്നറിയാമോ? ഭൂമിയിൽ ദീർഘായുസോടുകൂടി ഇരിക്കാൻ, അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ നീ നിൻ്റെ അപ്പനെയും അമ്മയെ അനുസരിക്കുക. അതിലിരിക്കുന്ന വലിയൊരു ബ്ലെസ്സിങ് കുട്ടികൾക്ക് നഷ്ടമാകുന്നു. ആർക്കാ നഷ്ടം? അവരവർക്ക് തന്നെ. സോ ആ ബ്ലെസ്സിങ്, പക്ഷേ ഈ അപ്പനമ്മയെ അനുസരിച്ച് എപ്പോഴും ഇങ്ങനെ ഇരിക്കുക എന്തോ ഒരു കഷ്ടമാണിത്. ഇറ്റ് ഈസ് എ പണിഷ്മെൻറ്റ് എന്നല്ലേ ആ പ്രായത്തിൽ ചിന്തിക്കുന്നേ. പിന്നീട് മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണോ അയ്യോ അന്ന് അനുസരിക്കേണ്ടതായിരുന്നു, ഇപ്പം എൻ്റെ മക്കളനുസരിക്കുന്നില്ല. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ അകത്തൊരു വില്ലിങ്നെസ് ആദ്യം കൊണ്ടുവരണം. മനസ്സൊരുക്കത്തോടെ. എല്ലാവരും ഇവിടെ ഒന്ന് പിടിച്ചേ പറ, കർത്താവെ, മനസ്സൊരുക്കത്തോടെ ഞാൻ അങ്ങേ അനുസരിക്കാം. എങ്ങനെയെങ്കിലും അനുസരിക്കുകയല്ല, ഉള്ളിൽ നിന്നും ഇഷ്ടത്തോടു കൂടി അനുസരിക്കാം എന്ന് കർത്താവിനോട് പറയാം. അതുപോലെ അത് പറഞ്ഞാൽ പോരാ, നമ്മളത് ആക്ഷനിൽ കൊണ്ടുവരണം. അനുസരിക്കണം, അത് ചെയ്യണം. അതുകൂടാതെ നമ്മളതിൽ നിലനിന്ന് മുന്നിലേക്ക് നമ്മൾ പോവുകയും വേണം. ഇൻസ്ട്രക്ഷൻസ് വരുമ്പോൾ ആർഗ്യൂ ചെയ്യരുത്. പലരും ചെയ്യുന്നത് പരമ്പരാഗതമായി വിശ്വസിച്ചിരിക്കുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതിന് പറ്റിയ ഒത്തുവാക്യങ്ങൾ കണ്ടുപിടിച്ച് അവർ ഭയങ്കരമായിട്ടത് സ്ഥാപിച്ചെടുക്കും. എന്നിട്ട് ആശ്വസിക്കാമെന്ന് ചിന്തിക്കും. പക്ഷേ മനസാക്ഷിയുടെ അകത്തറിയാം ഇത് തെറ്റാണ്. അനുസരിക്കണം എന്ന് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങൾ നീട്ടിവെക്കരുത്. അത്രയും ബ്ലോക്കാവും. പറഞ്ഞു കേട്ടല്ലോ. നമ്മൾ അനുസരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് ബോധ്യമായി. എന്നിട്ടത് മാറ്റിയിടാതെ വേഗത്തിൽ അനുസരിക്കാൻ തുടങ്ങുക. അങ്ങനെ വരുമ്പോൾ ദേശത്തിലെ നന്മകൾ
എപ്പോഴും ഓർക്കുക, ദേശത്തിലെ നന്മകൾ കണക്ട് ചെയ്തിരിക്കുന്നത് എന്തിനോടാണ്? നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നതിനോടാണ്. അപ്പോൾ എല്ലാവരും എത്ര പേരിന്ന് അതിനൊരു തയ്യാറുണ്ട് ദൈവത്തെ മനസ്സൊരുക്കത്തോടുകൂടെ അനുസരിക്കാനും? അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാ? അവരവർ തന്നെ. നിങ്ങൾ ദൈവത്തെ മനസ്സൊരുക്കത്തോടെ അനുസരിച്ചാൽ ദേശത്തിലെ നന്മ നിങ്ങൾ അനുഭവിക്കും. ഞാനത് ഞാൻ അനുഭവിക്കും. ഏതാ വേണ്ടത്? ഇനി അങ്ങനെ അനുസരിച്ച് നന്മകൾ അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങളെ ചുറ്റിലുണ്ടെങ്കിൽ അവരോട് കണ്ണുകടിയോ അസൂയൊന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല. നമ്മളങ്ങ് ചെയ്താൽ മതി. ഓക്കെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, എല്ലാവരും ഒന്ന് നെഞ്ചിലൊന്ന് ആദ്യം കൈവച്ച് ഇങ്ങനെ തീരുമാനിക്കുന്നവർ, കർത്താവെ ഇങ്ങനെ തീരുമാനിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സൊരുക്കത്തോടുകൂടെ അനുസരിക്കുവാനും ദേശത്തിലെ നന്മ അനുഭവിക്കുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. അപ്പോൾ തന്നെ കൈകൾ ഇങ്ങോട്ട് നീട്ടിപ്പിടിക്കുക. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഉറക്കം കിട്ടാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾ വലിയ പ്രയാസത്തിലൂടെ പോകുന്നവർക്ക് ഒരു വിടുതലുണ്ടാകാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, നീ പ്രാർത്ഥന കേട്ട് രോഗികളെ സൗഖ്യമാക്കുകയും ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവരും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.